അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറ്റവും സന്തോഷജനകമായ ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും സന്തോഷിക്കുന്ന ദിവസം, ഓരോ മുസ്ലിമും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം. നമുക്കറിയാം, നമുക്ക് രണ്ട് പെരുന്നാളുകൾ, രണ്ട് സന്തോഷങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ചെറിയ പെരുന്നാൾ, ഇത് രണ്ടാമത്തത് വലിയ പെരുന്നാൾ. ബലി പെരുന്നാൾ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് തന്നെ. ഈ ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്ര സംഭവം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട് അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുകയാണ് സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി. ചരിത്രം നമുക്കറിയാം, ഞാൻ വിശദമായി പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു സ്വന്തം മകൻ, ഒരുപാട് കാലത്തിന് ശേഷം തനിക്ക് കിട്ടിയ മകനെ അറുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല സ്വപ്നത്തിലൂടെ കൽപ്പിച്ചപ്പോൾ അതിന് യാതൊരു മടിയും കൂടാതെ തൻ്റെ മകനോട് സമ്മതം ചോദിക്കുന്ന പ്രവാചകൻ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ആ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാം പറഞ്ഞത്, അതേ പിതാവേ, അങ്ങോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അതങ്ങ് ചെയ്തു കൊള്ളുക എന്നാണ്. അതേപോലെ ആ മകൻ്റെ പൂർണ്ണ സമ്മതത്തോടെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. നമുക്കറിയാം ചരിത്രം. ആ മലമുകളിലേക്ക് കൊണ്ടുപോകുകയും അവിടെ അറുക്കാൻ വേണ്ടി റെഡിയാകുകയും കത്തി ചങ്കിലേക്ക് വെച്ചിട്ട്, ചില ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹം മുറിച്ചു എന്നാണ്. പക്ഷേ കത്തി മുറിഞ്ഞില്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, താങ്കൾ ഇതാ വിജയിച്ചിരിക്കുന്നു. പകരം ഒരു ആട്ടിനെ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ആട്ടിനെ നൽകുകയും അതിനെ ആട്ടിനെ അറുക്കുകയും ചെയ്ത സന്ദർഭം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടത്, ഓരോ പ്രവാചകന്മാരെക്കുറിച്ച് നമുക്കുള്ള വിശ്വാസം, അവർക്ക് ഗൈബ് അറിയില്ല എന്നൊരു പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാക്കണം. മറഞ്ഞുപോയ കാര്യങ്ങൾ അവർക്കൊരിക്കലും അറിയില്ല. നാളെ എന്ത് സംഭവിക്കുന്നുവെന്നും നാളെ എന്തെന്ന് സംഭവിക്കാൻ പോകുന്നുവെന്നും ഒരു പ്രവാചകനും അറിയില്ല എന്ന ഉത്തമമായ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതാണ് ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. അങ്ങനെ അത് അറിയുമായിരുന്നെങ്കിൽ, ഏതൊരു പ്രവാചകനും അത് അറിയുമായിരുന്നെങ്കിൽ അതെങ്ങനെ ഒരു പരീക്ഷണമായി മാറും. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ 69 തവണ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പരാമർശമുണ്ട്. 114 അധ്യായങ്ങളിൽ 25ഓളം സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ, സംഭവങ്ങൾ, കഥകൾ, അദ്ദേഹത്തിനെ പറ്റിയുള്ള വിവരണങ്ങൾ വിവരിച്ചിട്ടുണ്ട്. 4-ാം അധ്യായം സൂറത്ത് നിസാഇൻ്റെ 125-ാമത്തെ ഭാഗം. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഖലീൽ, എൻ്റെ ഉറ്റ സുഹൃത്ത് എന്ന അർത്ഥത്തിൽ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം എന്നാണ് നമ്മൾ പറയാറുള്ളത് തന്നെ. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ മറ്റൊരു ഭാഗമാണ് സഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന, സഹീഹ് ബുഖാരിലൊക്കെ കടന്നു വരുന്ന ഒരു ഭാഗം, 3394-ാമത്തെ ഹദീസായി കടന്നു വരുന്ന ഒരു ഭാഗം സഹീഹ് ബുഖാരിലൊക്കെ. മില്ലത്ത് അബി ഇബ്രാഹിം, ഒരു മില്ലത്തായിരുന്നു, ഒരു ഉത്തമ സമുദായമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ പറ്റി പറഞ്ഞതായൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് എനിക്ക് ഏറ്റവും സാദൃശ്യമുള്ളത്. കാരണം ഞാൻ ആകാശത്ത് വെച്ച് ബൈത്തുൽ മഅമൂറിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു. തൻ്റെ ഒരു മകനെ എന്ന രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. അതുപോലെ പല സന്ദർഭങ്ങളിലും ഹദീസുകൾ നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും. മില്ലത്ത് അബി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിമിൻ്റെ മില്ലത്തിലായിക്കൊണ്ടാണ് നിയോഗിക്കുന്നത്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്നെല്ലാം പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ കഅബാലത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം എങ്ങനെ പ്രാർത്ഥിച്ചുവോ, ഇവിടെ ഉള്ളവർക്ക് വേണ്ടി ഭക്ഷണവും ഉപജീവനവും സൗകര്യങ്ങളും നൽകണേ എന്ന് പ്രാർത്ഥിച്ചുവോ, എത്ര കണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതേപോലെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി നമ്മൾ അവിടെ കാണുന്നത്. അതുപോലെ മക്കയുടെ ഇത്രയും കണ്ട ബർക്കത്തും ആ മക്കയുടെ ആ ഇതും നോക്കൂ. ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ആ സ്ഥലത്താണ് ഇന്ന് കോടാനുകോടി ആളുകൾ വന്നു ചേരുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും അവനെ ഓർമ്മിക്കുകയും അവനെ വിവിധ വർണ്ണങ്ങളിലെ വിവിധ രാജ്യത്തുള്ള ആളുകൾ അവിടേക്ക് ചെല്ലുന്നത് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളിവാളത്തിൻ്റെ ഭാഗമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവം, നമ്രൂദിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് തൗഹീദ് പറഞ്ഞ പ്രവാചകൻ. നമുക്കറിയാം, പലപ്പോഴും അദ്ദേഹം ജനിച്ചത് തന്നെ യാസർ എന്ന് പറയുന്ന ഒരു കൈകൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യരായിരുന്നു യാസർ. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എൻ്റെ പിതാവേ, വളരെ താഴ്മയോടെ പിതാവോട് പറയുന്നുണ്ട്, നിങ്ങൾ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുന്ന ഒന്നിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അതാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അതേപോലെ ഒരു വലിയ ഉത്സവ ദിവസം മറ്റുള്ള അതിനെ തകർത്ത് കളയുന്നതും, എന്നിട്ട് അത് ഒരു കോടാലി അദ്ദേഹം വലിയൊരു വിഗ്രഹത്തിൻ്റെ മുകളിൽ വെക്കുന്നതും, എന്നിട്ട് അതാണ് തകർത്ത് കളഞ്ഞതെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവരെ ബുദ്ധിയെ തട്ടുനിർത്തിയാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. പക്ഷേ അവർ പറഞ്ഞു, ഇത് സംസാരിക്കില്ലെന്ന് എനിക്കറിയില്ലേ. അത്രക്കും അവർക്ക് തന്നെ ബോധ്യമുള്ള ഒന്നിനെയാണ് അവർ ആരാധിക്കുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇതെല്ലാം അവരെ വിളിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേപോലെ നക്ഷത്രങ്ങൾ ഉദിച്ചു വരുമ്പോൾ, നക്ഷത്രങ്ങളെ സൂര്യനെയും കാണുമ്പോൾ അതിനൊക്കെ ആരാധിക്കുന്ന ഒരു സമുദായമായിരുന്നു അവർ. അതിനൊക്കെ കാണുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നോക്കൂ, മറഞ്ഞു പോകുന്നത് ഞാൻ ആരാധിക്കില്ല. നോക്കൂ, അതാണ് ദൈവമെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞത് മറഞ്ഞു പോകുന്നു ഞാൻ ആരാധിക്കില്ല. അതുപോലെ നമ്രൂദിൻ്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് അചഞ്ചലമായി തൗഹീദ് പറഞ്ഞ പ്രവാചകൻ.
അവിടെ പറയുന്നത് ജീവിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവാണെന്ന് പറഞ്ഞപ്പോൾ നമ്രൂദ് രണ്ടാളുകളെ കൊണ്ടുവരികയും എന്നിട്ട് ഒരാളെ വധിച്ച് കളയുകയും ഒരാളെ ജീവനോട് വിടുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഞാനും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് സൂര്യനെ കിഴക്ക് നിന്നും അള്ളാഹു കൊണ്ടുവരികയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു, എങ്കിൽ അങ്ങനെ നിങ്ങളൊന്നും ചെയ്തു നോക്കും. അദ്ദേഹത്തിൻ്റെ ആ നമ്രൂദ് രാജാവിൻ്റെ ഉത്തരം മുട്ടിപ്പോയി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്ത് കാണിക്കുന്നു. അതേപോലെ ഇത് നമുക്ക് നൽകുന്ന പാഠം, ഏതൊരു കൊട്ടാരത്തിലും ഏതൊരു മനുഷ്യനോടും ഏതൊരു ധിക്കാരിയോടും നമ്മൾ പറയേണ്ടത് തൗഹീദിൽ അചഞ്ചലമായ വിശ്വാസത്തെക്കുറിച്ചാണ് പറയേണ്ടത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവനും എല്ലാം സൃഷ്ടിക്കുന്നവനും പരിപാലിക്കുന്നവനും എല്ലാം കഴിവുള്ളവനും എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം അള്ളാഹുവാണ് ആരാധനയ്ക്ക് അർഹനായവൻ എന്നാണ് തൗഹീദിൽ അചഞ്ചലമായ സന്ദേശമാണ് അവർക്ക് നൽകേണ്ടത്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ അവർ ചെയ്തത് എന്താ? അഗ്നികുണ്ടാരം ഒരുക്കിയിട്ട് അതിലേക്ക് വലിച്ചെറിഞ്ഞു. അവർക്ക് അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. പ്രത്യേകം ഒരു സംവിധാനങ്ങൾ ഉപയോഗിച്ച്, നമ്മളിന്ന് JCB മാന്തേരിയ എന്നൊക്കെ പറയില്ല, അതുപോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തെ തീയിലേക്ക് വലിച്ചെറിഞ്ഞ്. അവിടെ ജിബ്രീൽ അലൈഹി സ്വലാം വന്നുകൊണ്ട് ചോദിച്ചു, ഇബ്രാഹിം ഞാൻ നിങ്ങളെ രക്ഷിക്കട്ടെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അപ്പോൾ പറഞ്ഞത് ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. അങ്ങനെ ഏതൊരു പ്രയാസവും പ്രതിസന്ധിയും ദുഃഖവും ദുരിതവും സങ്കടവും വരുമ്പോൾ, കുടുംബത്തിലാകട്ടെ നമ്മുടെ സമൂഹത്തിലാകട്ടെ, നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് തൗഹീദ് വിശ്വസിച്ചതിൻ്റെ പേരിൽ, ഈ ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ എന്തൊരു പ്രയാസവും പ്രതിസന്ധിയും ദുഃഖവും ദുരിതവും സങ്കടവും വരുമ്പോൾ പ്രയാസപ്പെടേണ്ട. അള്ളാഹു നമുക്ക് കൂടെയുണ്ടെന്ന വിശ്വാസം, അള്ളാഹു ഹസ്ബി അല്ലാഹ്, നമുക്ക് അള്ളാഹു മതി എന്ന വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തീയോട്, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, തീയെ ഇബ്രാഹിം നബിക്ക് സമാധാനവും രക്ഷയും സമാധാനം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിച്ചതായി നമുക്ക് കാണാം. തീയിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു വരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രമാണ് അവിടെ നമ്മൾ കാണുന്നത്. അതേപോലെ മാഹ് സംസവുമായി ബന്ധപ്പെട്ട് മാഹ് സംസമിൻ്റെ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ ഇസ്മായിൽ അലൈഹി സ്വലാമിനെയും സാറ തൻ്റെ ഭാര്യയെയും അവിടെ ഉപേക്ഷിച്ച് വരുന്ന ഒരു സംഭവമുണ്ട്. അവിടെ ഉപേക്ഷിച്ച് തൻ്റെ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച് ആ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് ആക്കിയിട്ട് വരുമ്പോഴേക്കും ഭാര്യ പിന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നതെന്ന്. അദ്ദേഹത്തിനും നമുക്കറിയാം ഒരു ഭർത്താവിൻ്റെ അപ്പോഴത്തെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹം ഒന്നും ഉണ്ടാതെ നീങ്ങുമ്പോൾ ആ ഭാര്യ ചോദിച്ചു, അള്ളാഹുവാണോ ഞങ്ങളോട് ഇത് കൽപ്പിച്ചത് എന്ന്? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ ഇങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു അതെ. എങ്കിൽ അള്ളാഹു ഞങ്ങൾ നിരാശരാകുകയില്ല എന്നാണ് ആ മാതാവ് പറഞ്ഞത്. അങ്ങനെ അവർ വെള്ളത്തിന് വേണ്ടി, സംഭവ ചരിത്രം നമുക്കറിയാം, അവർ വെള്ളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 7 പ്രാവശ്യം ഓടുകയും 7ാമത് വരുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാമിനെ അവിടെ കാണുകയും ജിബ്രീൽ അലൈഹി സ്വലാം തൻ്റെ ചിറകുകൾ കൊണ്ട് അടിക്കുകയും അല്ലെങ്കിൽ തൻ്റെ കാലുകൾ കൊണ്ടൊരു ചവിട്ടവിടെ ചവിട്ടിയെന്നോ എന്ന പല രീതിയിലുള്ള റിവായത്തുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചരിത്രം നമുക്കറിയാവുന്നതാണ്, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. പക്ഷെ അവിടെയാണ് മാഹ് സംസം വെള്ളം ഉറവിടുന്നത്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം, ആ ഹാജർ എങ്ങാനും ആ വെള്ളത്തെ തടുത്തു നിർത്തിയില്ലായിരുന്നെങ്കിൽ ആ വെള്ളം ഒരു സമുദ്രം പോലെ വലിയൊരു നദിയായി മാറുമായിരുന്നു. ഇന്നും നമുക്കറിയാം സംസം വെള്ളം ഇന്നും ഇത്രയും വർഷങ്ങളായിട്ട് കോരിയിട്ടും എടുത്തിട്ടും മിഷീൻ വെച്ച് പമ്പ് ചെയ്ത് അടിച്ചെടുത്തിട്ടും ഇന്നും ഒരു പോറൽ പോലും അതിന് കുറവ് വരാതെ വീണ്ടും വെള്ളം അവിടുന്ന് ശുദ്ധമായ സംസം വെള്ളം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് മാത്രം മതിയാകും ഒരു അവിശ്വാസിക്ക് ചിന്തിച്ചാൽ വിശ്വസിക്കാൻ മാത്രം ഇത് മാത്രം മതിയാകും വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ. അവസാനമായി ബൈബിളിൽ പറയപ്പെട്ട പ്രവാചകനാണ് ഇദ്ദേഹം. ക്രൈസ്തവർക്ക് അറിയാത്ത ഒരാളല്ല. അബ്രഹാമിൻ്റെ സന്തതികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ 230ഓളം തവണ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 11 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഇതേപോലെ ഖുർആനിലും ഹദീസുകളിലും വന്ന പോലെ സമാനമായ ചരിത്രങ്ങൾ. അവിടെ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് തന്നെ ബലിയർക്കാൻ കൊണ്ടുപോയത് ഇസ്മായിൽ എന്ന നാമത്തിന് പകരം അവിടെ ചെറിയൊരു വ്യത്യാസം, പേരിൽ ഇസ്ഹാഖ് അലി ഇസ്ലാമിൻ്റെ പേരാണ് അവിടെ ഉള്ളത് എന്ന വ്യത്യാസമുണ്ട്. അതേപോലെ ചില സംഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്താണ് തനിക്കൊരു പുത്രനുണ്ടാകുന്ന സംഭവം, അതുമായി ബന്ധപ്പെട്ട് തൻ്റെ ഭാര്യ ചിരിച്ചു എന്ന സംഭവം ഒക്കെ ഇത് കേൾക്കുന്ന സമയത്തുള്ള ഒരു അത്ഭുതകരമായ സംഭവമൊക്കെ അതൊക്കെ ബൈബിളിലും അതേപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ബൈബിളിലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സംഭവങ്ങളുണ്ട്. അതേപോലെ ഖലീലുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഉറ്റ സുഹൃത്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച അതേ ഭാഗവും ബൈബിളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ ദിവസം നമ്മളെല്ലാവരോടും ഒരു വഴിയിലൂടെ പോവുകയും മറ്റൊരു വഴിയിലൂടെ വരികയും പരമാവധി ആളുകളെ കാണുകയും സംസാരിക്കുകയും കുടുംബ ബന്ധങ്ങൾ പുലർത്തുകയും ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. നമ്മളെ വിട്ടു നിൽക്കുന്ന ആളുകൾ, നമ്മളുമായി ചൊടിച്ചു നിൽക്കുന്ന ആളുകളോട് അവരോട് മിണ്ടാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമായി ഇതിന് നമ്മൾ ഉപയോഗിക്കണം. അവരോടൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും നല്ല രീതിയിൽ ഇടപഴകുകയും ചെയ്യണം. അടുത്തുള്ള ആളുകൾക്ക് ഭക്ഷണമില്ലാത്തവർ, പ്രയാസപ്പെടുന്നവർക്ക്, ബുദ്ധിമുട്ടുന്നവർക്ക് ഒരാളും തന്നെ അങ്ങനെ ബുദ്ധിമുട്ടാൻ പാടില്ല. അവർക്കൊക്കെ ഭക്ഷണവും സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. നാട്ടിലൊക്കെ ഉള്ള ആളുകൾ അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വയർ നിറച്ചൊന്നുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന പ്രവാചകൻ്റെ വചനം നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളെ. അതേപോലെ
ആഘോഷം എന്ന് പറയുമ്പോൾ വലിയൊരു ആഘോഷം എന്ന് പറയുമ്പോൾ പാട്ടും കളിയും ഡാൻസും സിനിമയും മ്യൂസിക്കും സംഗീതവും ഹറാമും അങ്ങനെ ഒരു കടന്നൊരു ആഘോഷമായി നമ്മളതിനെ മാറ്റരുത്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ, പാട്ടുകൾ, മ്യൂസിക്കില്ലാത്ത പാട്ടുകൾ, ഇതുപോലെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ നമ്മൾ പങ്കെടുക്കുക, കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക.